വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പുമുളകിലെ റൈറ്റർ മാറി എന്ന രീതിക്ക്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജാക്കി എസ് കുമാറാണ് കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിൻ്റെ റൈറ്ററായിട്ട് ഉണ്ടായിരുന്നത് സീസൺ 2. ഈ ആഴ്ച തുടക്കത്തിൽ ഒരു എപ്പിസോഡ് എന്തോണം ജാക്കി എസ് കുമാറിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റർ സ്ഥാനത്തേക്ക് അഫ്സൽ 2-3 എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചേഞ്ചസ് ഉപ്പുമുളകും എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടേതായിട്ടുള്ള പ്ലസ് മൈനസുകളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയാണ് ഉപ്പുമുളകം ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഇറങ്ങിയ എപ്പിസോഡിൽ റൈറ്ററായിട്ട് അഫ്സലുമായിരുന്നില്ല, ജാക്കി എസ് കുമാറും ആയിരുന്നില്ല. ഇന്നലത്തെ എപ്പിസോഡിലെ റൈറ്റർ ആരാണെന്ന് വെച്ചാൽ നജീബ് വള്ളിവട്ടമായിരുന്നു. അപ്പോൾ ഉപ്പുമുളകും ഇപ്പോൾ കംപ്ലീറ്റ്ലി കംഫർട്ട് സോണിൽ നിന്ന് മാറി പുതിയൊരു ട്രാക്കിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. ഈ ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 4 എപ്പിസോഡിൽ 3 റൈറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഉപ്പുമുളകും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പരീക്ഷണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളകും. സക്സസ്ഫുൾ റേഷ്യോ 100% വെച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിൻ്റെ ശക്തി, അതായത് ബാലുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളായി വെച്ച് എഴുതിക്കൊണ്ടുവരുന്ന എപ്പിസോഡുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച വന്ന എല്ലാ എപ്പിസോഡുകളും. അതുകൊണ്ട് തന്നെ അതൊരു 100% സക്സസ് റേഷ്യോ ഉള്ള എപ്പിസോഡുകളായി മാറുകയും ചെയ്തു. ഈ 3 റൈറ്റേഴ്സിന് 3 വിധത്തിലുള്ള ടൈപ്പ് ഓഫ് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ ഈ 3 പേരും എപ്പിസോഡുകൾ അധികം മോശമാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആഴ്ച വന്ന എല്ലാ എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഉപ്പുമുളകും ടീം ഇപ്പോൾ എന്താണ് ട്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവരെയും പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കണക്കിന് നോക്കിയാൽ അതും അടിപൊളി പരിപാടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാലുവിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ബാലു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിൽ ഒരു 20ഓളം എപ്പിസോഡ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 10 എപ്പിസോഡ് നല്ല എപ്പിസോഡായിരിക്കും, 5 എപ്പിസോഡ് മോശമുള്ള എപ്പിസോഡുകളായിരിക്കാം, കുറച്ച് ആവറേജ് എപ്പിസോഡുകളൊക്കെ വരാമെന്ന രീതിക്ക്. അതുപോലെ തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുമുളക് ഇതുകാലം വരെയും. പക്ഷേ ഈ റൈറ്റേഴ്സിനെ മാറ്റി യൂസ് ചെയ്യുന്നതിലെ പ്ലസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബെസ്റ്റ് തന്നെ എപ്പിസോഡുകൾ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള പോസിറ്റീവ് വശം ഇതിൻ്റേത്. ഒരു 3 റൈറ്റേഴ്സ് ഇപ്പോൾ ഉപ്പുമുളകിനുള്ള സ്ഥിതിക്ക് ഇവർ 3 പേരും മാറി എപ്പിസോഡുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരിലെ ബെസ്റ്റ് എപ്പിസോഡുകൾ മാത്രമേ വരത്തുള്ളൂ. മാത്രമല്ല ഇവർക്കൊരു ഡെഡ് ലൈൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരേ റൈറ്റർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ 3 പേരുണ്ടാകുമ്പോൾ 3 പേർക്കും അതിനുള്ള ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടുന്നതുകൊണ്ട് എപ്പിസോഡുകളെല്ലാം അടിപൊളി എപ്പിസോഡുകളാവാൻ ഹൈലി ചാൻസസ് ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഉപ്പുമുളകും കംപ്ലീറ്റ്ലി ബാക്ക് ഓൺ ഫയർ ട്രാക്കാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വരുന്ന എപ്പിസോഡുകളും ഈ ഉപ്പുമുളകിലെ ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും. അതിൻ്റെ തുടർച്ച എന്ന രീതിക്ക് ഇപ്പോൾ സുരേന്ദ്രൻ്റെ എപ്പിസോഡുകൾ വരാനിരിക്കുകയാണ്. അങ്ങനെ ഉപ്പുമുളകിൽ പഴയ ക്യാരക്ടേഴ്സൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ജയന്തൻ തിരിച്ചു വന്നു, ഇനിയും കുറേ ആർട്ടിസ്റ്റുകൾ തിരിച്ചു വരാനിരിക്കുന്നു, സിദ്ധു തിരിച്ചു വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പുമുളകും പുതിയ ട്രാക്കിലേക്ക് പരീക്ഷണങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിയെ ഉപ്പുമുളകും പഴയൊരു പ്രൗഢിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മുടിയനെ തന്നെയാണ്. അപ്പോൾ ഉപ്പുമുളക് ഇപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകളെയും ക്രൂ മെമ്പേഴ്സിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുടിയൻ്റെയും തിരിച്ചുവരവ് വിദൂരമല്ല. ബാലുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ മുടിയനെക്കുറിച്ച് ചോദിച്ചു, ബാലു പറഞ്ഞത് മുടിയൻ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, മുടിയൻ ഇപ്പോഴും വരാം, എപ്പോൾ വേണമെങ്കിൽ വരാം, ചിലപ്പോൾ നാളെ തന്നെ വരാമെന്നടക്കം ബാലു പറയുന്നുണ്ട്. മുടിയൻ വന്നാൽ കുറച്ചും കൂടി കണ്ടന്റ് നമുക്ക് കിട്ടും എന്ന രീതിക്കും ബാലു പറയുന്നുണ്ട്. അപ്പോൾ പുതിയ കണ്ടന്റ്സിന് മുടിയനും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മാത്രമല്ല ഇപ്പോൾ എപ്പിസോഡുകളിൽ തന്നെ മൂത്ത മോൻ എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്, ദിയയുടെ ഹസ്ബൻഡ് എന്ന രീതിക്കൊക്കെ മുടിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് എപ്പിസോഡുകളിൽ. പണ്ടത്തെ എപ്പിസോഡിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മെല്ലെ മുടിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഡയറക്ടറുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചപ്പോഴും ഡയറക്ടറും പറഞ്ഞത് മുടിയൻ വരും, പക്ഷേ ലേറ്റ് ആകുമെന്ന രീതിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഉപ്പുമുളകിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. റൈറ്റേഴ്സിനെ മാറ്റുന്നതും ഡയറക്ടറെ മാറ്റുന്നതും ഇതെല്ലാം ഉപ്പുമുളകിന് പോസിറ്റീവായിട്ട് തന്നെ മാറാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇത് കാരണമൊക്കെ മുടീൻ്റെ ഒരു റീ എൻട്രിക്ക് ഹൈലി ചാൻസസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ വരുന്നത്. ഏതായാലും ഈ ആഴ്ചകളിലെ എപ്പിസോഡുകളെല്ലാം അടിപൊളിയായിരുന്നു. 3 റൈറ്റേഴ്സ് ചെയ്തതുകൊണ്ട് തന്നെ 3 എപ്പിസോഡുകളും അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡുകളാണ്. സുരേന്ദ്രനുള്ള എപ്പിസോഡുകളും ഇനി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ റൈറ്റേഴ്സ് ഇങ്ങനെ ആർട്ടിസ്റ്റുകളിലേക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് പഴയ ആർട്ടിസ്റ്റുകളും സുരേന്ദ്രൻ, നെയ്യാറ്റിൻകരത്തെ ഫാമിലി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിസ്റ്റുകളേക്ക് ഉപ്പുമുളകിൽ റൈറ്റേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയൻ്റെയും ഡിമാൻഡ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ അങ്ങനത്തെ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി അടുത്തത് ആരുടെ റീ എൻട്രിക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.